ഇടുക്കിയിൽ ഹൈറേഞ്ച് ലോറേഞ്ച് വ്യത്യാസമില്ലാതെ കഴിഞ്ഞ 2 ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ ഒരാളുടെ മരണം ഉൾപ്പെടെ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ഓടയിൽ വീണ് ഒഴുക്കിൽപ്പെട്ട് അടിമാലി മച്ചിപ്ലാവ് സ്വദേശിയായ പള്ളിമനയിൽ ശശിയാണ് മരിച്ചത്. കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു വീണ നിരവധി വീടുകൾ തകരുകയും റോഡുകൾ ഒലിച്ചു പോവുകയും ചെയ്തു. ഒട്ടനവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. തുടർച്ചയായി മണ്ണിടിഞ്ഞു വീഴുന്നതിനാൽ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തി. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് രാജകുമാരി വില്ലേജിലെ 7 കുടുംബങ്ങളെ കതിനാപ്പാറ ഹൈസ്കൂളിലും 42 പേരെ മൂന്നാർ മൗണ്ട് കാർമൽ സ്കൂളിലും ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവേശിപ്പിച്ചു. മുട്ടം പഞ്ചായത്തിലെ ഇല്ലിജാരി പഞ്ചായത്ത് സ്കൂളിന് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണു. അവധി പ്രഖ്യാപിച്ചിരുന്നതിനാൽ വലിയ അപകടമൊഴിവായി. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലിന് പുറമെ ചിലയിടങ്ങളിൽ ചെറിയ ഉരുൾപൊട്ടലുകളും ഉണ്ടായിട്ടുണ്ട്. മൂന്നാറിലേക്കുള്ള എല്ലാ വഴികളും അടഞ്ഞ് മൂന്നാർ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. മൂന്നാർ തേനി, മൂന്നാർ അടിമാലി, മൂന്നാർ മറയൂർ എന്നീ അന്തർ സംസ്ഥാന പാതകളിൽ നിരവധിയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ് തടസ്സപ്പെട്ട ഗതാഗതം ഭാഗികമായി മാത്രമേ പുനഃസ്ഥാപിക്കാനായിട്ടുള്ളൂ. പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് തൊമ്മൻകുത്ത്, വേളൂർ, വിരിപാറ എന്നിവിടങ്ങളിൽ ചപ്പാത്തുകളും പാലങ്ങളും വെള്ളം മൂടിയ നിലയിലാണ്. കീരിത്തോട്, കുഞ്ചിത്തണ്ണി, ശല്യാമ്പാറ, കല്ലാർ, വെള്ളത്തൂവൽ എന്നിവിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് പഴയ മൂന്നാറിലെ പാർക്കിംഗ് ഗ്രൗണ്ട് വെള്ളത്തിൽ മുങ്ങി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലങ്കര, കല്ലാർകുട്ടി, പൊന്മുടി ഡാമുകൾ തുറന്നുവിട്ടു. പ്രകൃതിക്ഷോഭ സാധ്യത മുന്നിൽ കണ്ട് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ജില്ലാ ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു. ജില്ലയിലെ 5 താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്.